നമസ്കാരം. പി കെ മീഡിയയുടെ ലൈഫ് ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നിലപ്പാലയ എന്ന സസ്യത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. യൂഫോർബിയേസിയെ കുടുംബത്തിലെ യൂഫോർബിയ ജനുസിൽപ്പെട്ട തൈമിഫോളിയ സ്പീഷീസിൽ പെട്ട സസ്യമാണ് നിലപ്പാല. പാലവർഗ്ഗങ്ങളിൽ ഏറ്റവും ചെറിയ ചെടിയാണ് നിലപ്പാല. ഇതിൻ്റെ പേരിന് പിന്നിലുള്ള കാര്യങ്ങളെ നോക്കാം. ഇതിൻ്റെ ശാസ്ത്രീയ നാമം യൂഫോർബിയ തൈമിഫോളിയ എന്നുള്ളതാണ്. എങ്കിലും യൂഫോർബിയ ഓർബിക്കുലേറ്റ, യൂഫോർബിയ മൈക്രോഫില്ല എന്നിവയും നിലപ്പാലയായിട്ട് ഉപയോഗിച്ച് വരുന്നുണ്ട്. മലയാളത്തിൽ ഇതിനെ നിലപ്പാല, നിലപാല എന്നൊക്കെ വിളിക്കാറുണ്ട്. ഇംഗ്ലീഷിൽ ഇതിനെ ആസ്മ പ്ലാന്റ്, ചിക്കൻ വീട് എന്നൊക്കെയാണ് വിളിക്കുക. സംസ്കൃതത്തിൽ ഇതിനെ ലഘുദുക്തിക, ക്ഷീരിണി, സ്വാദുപർണി എന്നൊക്കെ വിളിക്കാറുണ്ട്. ഹിന്ദി ഭാഷയിൽ ഇതിനെ ചോട്ടി ദുക്തി എന്നാണ് വിളിക്കുക. കന്നഡ ഭാഷയിൽ ഇതിനെ ബിലി ചിത്രഫല എന്നാണ് പറയുക. തെലുങ്ക് ഭാഷയിൽ ഇതിനെ റെഡിഹരി മനുബല എന്ന് വിളിക്കാറുണ്ട്. തമിഴ് ഭാഷയിൽ ഇതിനെ ചിത്രപാലൈ എന്നാണ് വിളിക്കുക. ഒപ്പം തന്നെ അമ്മൻ പച്ചരിശി എന്നും പറയാറുണ്ട്. കാണപ്പെടുന്ന സ്ഥലങ്ങളെ നോക്കാം. ഇന്ത്യയിൽ എല്ലായിടത്തും കാണപ്പെടുന്ന സസ്യമാണ് നിലപ്പാല. അധികവും ഇത് വയലുകളിലാണ് കാണപ്പെടുന്നത്. രൂപവിവരണം നോക്കാം. നിലത്ത് പറ്റിപ്പിടിച്ച് വളരുന്ന ഒരു ഏകവാർഷിക ഔഷധ സസ്യമാണ് നിലപ്പാല. തണ്ടിന് ഇളം തവിട്ട് നിറമാണ്. ഇലകൾ സമൂഹമായി വിന്യസിച്ചിരിക്കുന്നു. ഇലയ്ക്ക് 1 തുടങ്ങി 3 മില്ലിമീറ്റർ വരെ നീളമുണ്ടാകും. ഇലകൾ വൃത്താകാരത്തിലോ ചുവട് കൂർത്ത് അഗ്രം പരന്ന ആയതാകാരത്തിലോ കാണപ്പെടാറുണ്ട്. ഇലകളുടെ മുകൾ ഭാഗം മിനുസമുള്ളതും അടിഭാഗം രോമാവിലവും സീമാന്തം പിങ്കു നിറത്തിലും ആയിരിക്കും. ചെറിയ പൂങ്കുലകൾ പത്രകക്ഷത്തിൽ 2-3 വീതം കണ്ടുവരുന്നു. അവയിൽ ചെറിയ പൂക്കൾ കാണപ്പെടുന്നത്. ഫലം ക്യാപ്സൂളാണ്. ഫലത്തിന് മഞ്ഞ കലർന്ന തവിട്ട് നിറം ആയിരിക്കും. വിത്തിന് നേരിയ ചുവപ്പ് കലർന്ന തവിട്ട് നിറമായിരിക്കും. യൂഫോർബിയ ഹൈപ്പർസിഫോളിയ എന്ന ശാസ്ത്രീയ നാമമുള്ള നീർക്കൊട്ടപ്പാല എന്ന സസ്യവും കാഴ്ചയിൽ നിലപ്പാലയുമായി വലിയ വ്യത്യാസമില്ല. അതുകൊണ്ട് തെറ്റിദ്ധരിക്കാനായിട്ട് സാധ്യതയുണ്ട്. എന്നാൽ ഔഷധ, രസ, വീര്യ, സ്വഭാവ, പ്രവർത്തന രീതികളിലെല്ലാം ഇവ തമ്മിൽ വ്യത്യാസമുണ്ട്. ചിത്രപ്പാല, അതായത് യൂഫോർബിയ ഹിർട്ട എന്ന് പറയുന്ന സസ്യവും നിലപ്പാല എന്ന് പറയുന്ന യൂഫോർബിയ തൈമിഫോളിയ എന്ന് പറയുന്ന സസ്യവും തമ്മിൽ അല്പം സാമ്യമുണ്ട്. ചിത്രപ്പാല 2 അടിയോ 3 അടിയോ ഒക്കെ ഉയരത്തിൽ നേരെ വളരുന്നതാണ്. ചിത്രപ്പാല പരന്നാണ്, നിലപ്പാല പരന്നാണ് വളരുന്നത്. ചിത്രപ്പാലയുടെ ശിഖരങ്ങൾ മുകളിലേക്ക് വളരുന്നവയാണ്. ചിത്രപ്പാലയ്ക്ക് കുഴിനഖപ്പാല എന്നും പേര് പറയാറുണ്ട്. ചിത്രപ്പാല കുഴിനഖത്തിന് വളരെ നല്ലതാണ്. ഇനങ്ങളെ നോക്കാം. നിലപ്പാല അധികവും തവിട്ട് കലർന്ന ചുവപ്പ് നിറമുള്ള പൂക്കളുള്ളതാണ്. എന്നാൽ വെളുപ്പ് കലർന്ന നിറത്തിലുള്ള പൂക്കളുള്ള നിലപ്പാലയുമുണ്ട്. ഔഷധ ഗുണം കൂടുതൽ വെളുത്തതിനാണ്. രഹസ്യയോഗങ്ങളിൽ പറയുന്ന ദിവ്യമായ ഔഷധം വെളുത്ത നിലപ്പാലയാണ്. ചുവപ്പ് നിലപ്പാലയുടെ പാലിന് മധുരമാണ്, വെളുത്തതിന് മധുരമില്ല. തവിട്ട് കലർന്ന ചുവപ്പ് നിറമുള്ള നിലപ്പാല മലബന്ധമുണ്ടാക്കുന്നതാണ്. വെളുത്തതിന് ആ ദോഷമില്ല. നിലപ്പാല തന്നെ പലയിനം കാണപ്പെടുന്നുണ്ട്. നിലം പറ്റി വളരുന്നവയും അല്പം ഉയർന്നു വളരുന്നവയും ഉണ്ട്. മിനുസമാർന്ന തണ്ടുള്ളതുണ്ട്. ഇലയുടെ മുകൾ ഭാഗം രോമാവൃതമായും അടിഭാഗം മാത്രം രോമാവൃതമായും കാണപ്പെടുന്ന ഇനങ്ങളുമുണ്ട്. കാഴ്ചയിലെ വ്യത്യാസങ്ങൾ അതനുസരിച്ച് ഗുണത്തിലും ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ട്. തണ്ട് രോമാവൃതമായും ഇലയുടെ അടിഭാഗം രോമാവൃതവുമായ ഇനങ്ങളാണ് ഔഷധങ്ങൾക്ക് കൂടുതലായിട്ട് നല്ലത്. രാസഘടകങ്ങളെ നോക്കാം. സൈമോൾ, കാർവക്രോൾ, ലിമോനിൻ, സാലിസിലിക് അമ്ലം എന്നിവ നിലപ്പാലയിൽ പ്രത്യേകമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഔഷധമൂല്യത്തെ നോക്കാം. നിലപ്പാല സമൂലം ഔഷധമായി ഉപയോഗിക്കുന്നതാണ്. നിലപ്പാല ശ്വാസകാസ രോഗങ്ങളിൽ ഉപയോഗിച്ചു വരുന്നുണ്ട്. കഫം, കുഷ്ഠം, പ്രമേഹം, കൃമി എന്നിവയെ ശമിപ്പിക്കുന്നതാണ്. ഹൃദയപ്രസാദം ഉണ്ടാക്കുന്നതാണ്. മലത്തെ ബന്ധിപ്പിക്കുന്നതാണ്. മൂത്രതടസ്സം മാറ്റുന്നതാണ്. ഇന്ദ്രലുപ്തം, പുഴുക്കടി, വിഷം, നീര് എന്നിവയ്ക്ക് നല്ലതാണ്. നിലപ്പാല പ്രഷറിന് നല്ലതാണെന്ന് പറയപ്പെടുന്നുണ്ട്. സുതികയ്ക്ക്, അതായത് ഗർഭിണിക്ക് രക്തശുദ്ധി വരുത്താൻ നിലപ്പാല ഉത്തമമാണ്. ഔഷധ പ്രയോഗങ്ങളെ നോക്കാം. 1. നിലപ്പാല, കറിവേപ്പില, കീഴാർനെല്ലി, പച്ചമഞ്ഞൾ എന്നിവ തൈരിലരച്ച് രാവിലെ വെറും വയറ്റിൽ സേവിച്ചാൽ ശരീരം തണുക്കുന്നതാണ്.
ശരീരം ഉഷ്ണിച്ചുണ്ടാകുന്ന ലൈംഗിക രോഗങ്ങളും ബലഹീനതകളും ഇതുമൂലം കുറയ്ക്കാൻ പറ്റുന്നതാണ്. 2. നിലപ്പാല അരച്ച് നെല്ലിക്ക അളവ് പാലിൽ ചേർത്ത് സൂര്യോദയത്തിന് മുമ്പ് സേവിച്ചാൽ മൂത്രച്ചൂടും അസ്ഥിസ്രാവവും ശമിക്കുന്നതാണ്. 3. നിലപ്പാലയും വിഴാലരിയും ഉണക്കി സമമായി എടുത്ത് പൊടിച്ച് സമം ശർക്കര ചേർത്ത് ഇടിച്ചു വെച്ചിരുന്ന് 1/2 സ്പൂൺ വീതം പാലിൽ കലക്കി സേവിച്ചു കഴിഞ്ഞാൽ തുടിയിടുക്കിലുണ്ടാകുന്ന ചൊറിച്ചിലും ചുട്ടുനീറ്റലും ശമിക്കുന്നതാണ്. 4. നിലപ്പാല അരച്ചുരുട്ടി തേനിൽ ചേർത്ത് സേവിച്ചു കഴിഞ്ഞാൽ ശ്വാസകാസ രോഗങ്ങൾ ശമിക്കുന്നതാണ്. 5. നിലപ്പാല അരച്ച് സേവിച്ചാൽ കുട്ടികളുടെ വയറിളക്കം ശമിക്കുന്നതാണ്. 6. ഇന്ദ്രലുപ്തം, അതായത് തലയിൽ വട്ടത്തിൽ മുടി ഒഴിഞ്ഞു പോകുന്നതിനാണ് ഇന്ദ്രലുപ്തം എന്ന് പറയുക. ഇന്ദ്രലുപ്തത്തിന് തേരകത്തിൻ്റെ ഇലയോ പാറകത്തിൻ്റെ ഇലയോ കൊണ്ട് അവിടം നല്ലവണ്ണം ഉരച്ച് വൃത്തിയാക്കിയ ശേഷം ചുവപ്പ് നിറമുള്ള നിലപ്പാല അരച്ച് തേക്കുകയോ സ്വരസം തേക്കുകയോ ചെയ്താൽ ഇന്ദ്രലുപ്തം ശമിക്കുകയും അവിടെ മുടി വളരുകയും ചെയ്യും. 7. നിലപ്പാല അരച്ച് തേച്ചാൽ ഗുഹ്യഭാഗത്തുണ്ടാകുന്ന എക്സിമയ്ക്കും ഫലപ്രദമാണ്. 8. നിലപ്പാല അരച്ച് തേച്ച് കഴിഞ്ഞാൽ ചർമ്മരോഗങ്ങൾക്ക് നല്ലതാണ്. അല്പം പൊള്ളലുണ്ടാകും, അതുകൊണ്ട് അധികം തേക്കരുത് എന്ന് സാരം. 9. നിലപ്പാല, ചിറ്റമൃത്, കറ്റാർ വാഴയുടെ നീര് എന്നിവ ചേർത്ത് അരച്ച് സ്ഥലങ്ങളിൽ ചെറിയ തടിപ്പ് മുഴകൾക്ക് മുകളിൽ പുരട്ടി അതിന്മേൽ കോട്ടൺ തുണി ഇട്ട് മൂടി ഇടുക. മുഴകൾ ശമിക്കുന്നതായിരിക്കും. 10. നിലപ്പാല, ആടലോടകം, ചുക്ക്, കുരുമുളക് എന്നിവയിട്ട് വെന്ത വെള്ളം കുടിച്ചാൽ അത്യാർത്തവം, അതായത് കൂടുതലായിട്ട് ആർത്തവം പോകുന്നത് ശമിക്കുന്നതായിരിക്കും. 11. 10 ഗ്രാം നിലപ്പാല സമൂലം ചതച്ചത് പാലിൽ ചേർത്ത് തിളപ്പിച്ച് കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഉദരകൃമികൾ ശമിക്കും. വയർവീർപ്പ്, വയർവേദന എന്നിവ ശമിക്കുന്നതാണ്. 12. നിലപ്പാലയുടെ രസം പുരട്ടിയാൽ പുഴുക്കടിക്ക് ശമനം ലഭിക്കുന്നതാണ്. 13. വിഷജന്തുക്കൾ കടിച്ചു കഴിഞ്ഞാൽ നിലപ്പാലയുടെ നീരോ പൊടിയോ വീഞ്ഞിൽ ചേർത്ത് കഴിക്കുകയും പുറമേ പുരട്ടുകയും രണ്ടും ചെയ്തു കഴിഞ്ഞാൽ ശമനം ഉണ്ടാകുന്നതാണ്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറയാം. നിലപ്പാല എല്ലാവർക്കും പ്രയോഗിക്കാവുന്ന ഒരു ഔഷധമല്ല. അറിവുള്ള വൈദ്യന്മാർ മാത്രമേ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ. അവരുടെ നിർദ്ദേശമനുസരിച്ച് രോഗികൾ ഇത് അകത്ത് സേവിക്കാൻ പാടുള്ളൂ. ഗർഭിണികളും മുലയൂട്ടുന്ന അമ്മമാരും ചുവന്ന നിലപ്പാല വർജിക്കേണ്ടത് നിർബന്ധമാണ്. പാർശ്വഫലങ്ങളെ നോക്കാം. നിലപ്പാലയ്ക്ക് അല്പം പൊള്ളലുണ്ടാക്കുന്ന സ്വഭാവമുണ്ട്. ഉള്ളിൽ കൊടുക്കുമ്പോൾ തേനോ മറ്റോ ചേർത്ത് അതിൻ്റെ വീര്യം കുറയ്ക്കേണ്ടതുണ്ട്. നിലപ്പാല പലരിലും നല്ല രീതിയിൽ മലബന്ധം ഉണ്ടാക്കുന്നതാണ്, പ്രത്യേകിച്ച് ചുവന്ന പൂവുള്ള നിലപ്പാല. മലബന്ധം ഉണ്ടായാൽ ഏതൊരു രോഗത്തിനാണോ ചികിത്സിക്കുന്നത് അതിൻ്റെ ഫലം ഉണ്ടാകില്ല. അതുപോലെ തന്നെ യാതൊരു കാരണവശാലും നിലപ്പാല കണ്ണിയുടെ നീരോ തണ്ടോ ഒക്കെ അതിൻ്റെ ചർമ്മോ കണ്ണിൽ വീഴാതെ സൂക്ഷിക്കേണ്ടതാണ്. കണ്ണിൽ വീണ് കഴിഞ്ഞാൽ വളരെ അപകടകരമാണ്. നിലപ്പാല വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. ഈ പറഞ്ഞ ഔഷധ പ്രയോഗങ്ങളൊക്കെ അറിവിന് വേണ്ടി മാത്രം പറഞ്ഞതാണ്. വിദഗ്ധനായ വൈദ്യൻ്റെ മേൽനോട്ടത്തിൽ മാത്രമേ ചികിത്സ ചെയ്യാൻ പാടുള്ളൂ. ഈ അറിവുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് ആശംസിക്കുന്നു. എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി. നല്ല നമസ്കാരം.